എല്ലാവർക്കും നമസ്കാരം. എമ്പുരാൻ സിനിമ ഇറങ്ങി. വളരെ ആഘോഷത്തോടെ, വളരെ വലിയ ഹൈപ്പോട് കൂടിയ ഇറങ്ങിയ ഒരു സിനിമ. പാൻ ഇന്ത്യൻ മൂവി എന്ന രീതിയിൽ ആദ്യമായിട്ടാണ് മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ വരുന്നത്. ഏറെ ശ്രദ്ധേയമാണ് ഇതിന്റെ പ്രമേയം. ലൂസിഫർ എന്ന സിനിമയുടെ ട്രയോളജിയിലെ രണ്ടാമത്തെ പടമാണ് എന്ന് പറയപ്പെടുന്നു. ഒരു ഫ്രാഞ്ചൈസ് മോഡൽ 3 സിനിമകൾ എടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മലയാളത്തിൽ മുമ്പൊക്കെ 2-3 സിനിമകൾ തുടർച്ചയായി വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ ആദ്യം തന്നെ ലൂസിഫറിന് ട്രയോളജി പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് പിന്നീടാണ് പൃഥ്വിരാജ് അനൗൺസ് ചെയ്തത്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഭാഗമായ എമ്പുരാൻ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യ ദിവസം തന്നെ സിനിമ കാണണം എന്നുള്ളത് ഒരു നിർബന്ധമായിരുന്നു. റീ റിലീസിന്റെ ഭാഗമായി ലൂസിഫർ ഒരിക്കൽ കൂടി തിയേറ്ററിൽ കാണാൻ വേണ്ടി സാധിച്ചു. 2 ദിവസം മുമ്പാണ് ലൂസിഫർ കാസർഗോഡ് നിന്ന് തന്നെ കാണാൻ സാധിച്ചത്. ആ സിനിമ കണ്ടപ്പോൾ രണ്ടാമത് കാണുകയാണ്. തിയേറ്ററിൽ നിന്ന് കാണുന്ന സമയത്ത് ഒരു മടുപ്പുമില്ലാതെ, ഒരു ലാഗുമില്ലാതെ വളരെ എൻജോയ് ചെയ്ത്, വളരെ കണക്റ്റായി സിനിമ കാണാൻ വേണ്ടി പറ്റിയെന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. എന്നാൽ എമ്പുരാനിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണേണ്ട സിനിമയാണ്. നിങ്ങൾ ഇത് ഫോണിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സാധാരണ ടിവിയിലോ കണ്ടാൽ അതിൻ്റെതായ ഇമ്പാക്റ്റ് നിങ്ങൾക്ക് കിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഇത് സാധാരണഗതിയിൽ പറയുന്ന പോലെ ഒരു മലയാള സിനിമയാണോ എന്ന് ചില പ്രേക്ഷകരൊക്കെ അഭിപ്രായം പങ്കുവെച്ചതുപോലെ പലപ്പോഴും തോന്നിപ്പോകുന്നു, ഇത് മലയാള സിനിമയാണോ, ഇംഗ്ലീഷ് സിനിമയാണോ, ഹിന്ദി സിനിമയാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷയിലുള്ള സിനിമയാണോ എന്നൊക്കെ പലപ്പോഴും തോന്നിപ്പോകുന്നു. എന്നാൽ അതിന്റെ മേക്കിംഗ് എക്സ്ട്രാ ഓർഡിനറി എന്ന് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ലൂസിഫറിൽ പ്രധാനമായി ചർച്ച ചെയ്ത വിഷയം രാഷ്ട്രീയവും ഡ്രഗ്സുമാണെങ്കിൽ, ഡ്രഗ്സിനെതിരെ കുറച്ച് നിമിഷങ്ങളിലൂടെ അദ്ദേഹം പറഞ്ഞ ചില ഡയലോഗുകൾ ശ്രദ്ധേയമായി ഇപ്പോഴും നമ്മുടെ മനസ്സിൽ തറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, അതായത് നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ് എന്ന് അദ്ദേഹം പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ നാർക്കോട്ടിക്സിന് വേണ്ടി രാഷ്ട്രീയത്തെ ഉപയോഗപ്പെടുത്തിയാൽ, ഫണ്ടിങ്ങിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ അത് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ സിരകളിലൂടെ ഒഴുകുന്ന ലഹരിക്ക് കാരണമാവാൻ പാടില്ല എന്നുള്ളത് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ഒരു രാഷ്ട്രീയക്കാരന്റെ, സാധാരണ മനുഷ്യന്റെ ഉദ്ദേശമായിരുന്നു. എന്നാൽ അവിടെ നിന്നും എമ്പുരാനിലേക്ക് എത്തുമ്പോൾ എന്താണ് എമ്പുരാൻ നമുക്ക് കാണിച്ചു തരുന്നത് എന്ന് ചോദിച്ചാൽ വിഷയം മറ്റൊരു തരത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. ഡ്രഗ്സിനെ കുറിച്ച് 1-2 കാര്യങ്ങളിൽ 1-2 ഇടങ്ങളിൽ പറയുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ മതവും രാഷ്ട്രീയവും ചേരുമ്പോഴുള്ള അപകടത്തെക്കുറിച്ച് വളരെ വ്യക്തമായി സിനിമ പറയുന്നുണ്ട്. അതോടൊപ്പം രാഷ്ട്രീയം എന്നത് പ്രത്യയശാസ്ത്രത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കും അപ്പുറമാണെന്നും, വ്യക്തിയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് രാഷ്ട്രീയം എന്നതും വളരെ വ്യക്തമായി സിനിമ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. അതിന്റെ റേഞ്ച്, അതിന്റെ ഡിഗ്രി ഒക്കെ ചിലപ്പോൾ മാറിയിരിക്കാം. എന്നാലും വളരെ ശക്തമായി രാഷ്ട്രീയക്കാർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായി സിനിമ പറയുന്നുണ്ട്. പുതിയ കാലത്ത് ഇങ്ങനെ ഒരു വിഷയം വളരെ സ്ട്രോങ് ആയ, വളരെ എവിഡന്റ് ആയത് എന്ന് തോന്നുന്ന തരത്തിൽ ഇവിടെ എടുക്കാൻ ധൈര്യം കാണിച്ച പൃഥ്വിരാജ് സുകുമാരനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മോഹൻലാൽ അടക്കമുള്ള ഭരത് ഗോപിയുടെ മകനായ ശ്രീ മുരളി ഗോപി അടക്കമുള്ള ആളുകളുടെ പ്രവർത്തനം, അവരുടെ തൂലികയിൽ നിന്ന് വന്ന ആ ഒരു കഥയുടെ ശക്തി ഒക്കെ നമ്മൾ ഒന്നുകൂടി അഭിനന്ദിക്കേണ്ടതാണ്. ഇവിടെ ഈ സിനിമ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലിനിയർ ആയിട്ട് പോകുന്നതിന് പകരം മറ്റു പലതും കണക്ട് ചെയ്ത് പോവുകയാണ്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ മോഹൻലാലിന്റെ ഒരു സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞുപോയി എന്നുള്ള അഭിപ്രായം എടുത്തു പറയാതിരിക്കാനാവില്ല. ലൂസിഫർ അല്ലെങ്കിൽ അബ്രഹാം ഖുറേഷി എന്ന കഥാപാത്രത്തെ ഇവിടെ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് മാസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അദ്ദേഹത്തിന്റെ എൻട്രി പോർഷൻ വളരെ മികച്ച രീതിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്, അത് എഡിറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെ മാസ്സായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ചെറിയൊരു സംശയം, പുതിയ കാലത്ത് നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ട് ഇങ്ങനെ ദഹിച്ചു നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ മടുത്തു നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന വളരെ സ്ലോ മോഷനിലുള്ള ഇത്തരത്തിലുള്ള പ്രസന്റേഷനെ കുറച്ചും കൂടി മാറ്റിപ്പിടിച്ചൂടെ എന്നുള്ള ഒരു ചോദ്യം ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല, എന്റെ അഭിപ്രായം മാത്രമാണ്. അതേപോലെ തന്നെ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ കാണുകയുണ്ടായി, ദീപക് ദേവും അതോടൊപ്പം തന്നെ നൈല ഉഷയും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ചർച്ചയിൽ ചോദിക്കുന്ന സമയത്ത് നൈല ഉഷയുടെ
സ്ക്രീൻ ടൈം വളരെ കുറഞ്ഞു പോയി എന്നുള്ള ഒരു നിരാശ പറയുന്നത് കേട്ടു. എന്നാൽ ഈ സിനിമ കഴിഞ്ഞപ്പോൾ നൈല ഉഷയുടെ കഥാപാത്രം ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. NPTV എന്ന് പറയുന്ന ഒരു ടിവിയുടെ അവതാരകയായിട്ട് അവരുടെ പ്രസൻസിലൂടെ, അവരുടെ മുഖത്തെ ഭാവത്തിലൂടെ നമ്മളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അവരുടെ കഥാപാത്രത്തിന് അതിൻ്റെതായ പ്രാധാന്യം അവിടെ കൊടുക്കുന്നുണ്ട്. എല്ലാ കഥാപാത്രങ്ങൾക്കും അവരവരുടേതായ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ നന്ദു അവതരിപ്പിച്ച പീതാംബരൻ എന്ന് പറയുന്ന കഥാപാത്രം കഴിഞ്ഞ സിനിമയിൽ തന്നെ, ലൂസിഫറിൽ തന്നെ ഏറ്റവും മികച്ച ഒരു കഥാപാത്രമായിരുന്നു. അത് ഇവിടെയും അതേ നിലയിൽ കൊണ്ടുപോകുമ്പോഴും മറ്റു ചില, അതേപോലെ തന്നെ ബൈജുവിന്റെ കഥാപാത്രം അതും മികച്ച രീതിയിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഇന്റർവെൽ വരെയുള്ള ഭാഗം അവതരിപ്പിക്കുന്ന സമയത്ത് കുറച്ച് ലാഗ് ഫീൽ ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ഇടയ്ക്കൊക്കെ നമുക്ക് കുറച്ച് ബിൽഡപ്പിന് വേണ്ടി സമയം കൂട്ടിയെടുത്തതുപോലെ ഒരു ഫീലിംഗ് ഉണ്ട്. എന്നാൽ ഓരോ ഷോട്ടുകളും, അതിന്റെ ചില ഷോട്ടുകളെ ഇങ്ങനെ വേർതിരിച്ചെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അമേസിംഗ് എന്ന്, വൗ എന്ന് നമുക്കൊരു ഫീലിംഗ് ഉണ്ടാക്കുന്ന തരത്തിൽ അത്ര മികച്ച ഷോട്ടുകളാണ് ഇതിൽ സുജിത് വാസുദേവ് ചെയ്തിരിക്കുന്നത്. എന്തു തന്നെയായാലും ഈ സിനിമയുടെ കൃത്യമായ ഒരു ഔട്ട്പുട്ടിനെ കുറിച്ച് ഇതിന്റെ സംവിധായകനായ പൃഥ്വിരാജിന് നല്ല ആശയമുണ്ടായിരുന്നു, നല്ല ധാരണയുണ്ടായിരുന്നു എന്ന് സിനിമയിൽ കാണാൻ വേണ്ടി സാധിക്കും. ദൈർഘ്യം കുറച്ച് കുറക്കാമായിരുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അത് ആദ്യത്തെ പാർട്ടിന് അതേ സംഭവത്തെ തന്നെ ഇത്രയൊന്നും നീളമില്ലാതെ തന്നെ അത് പറഞ്ഞ് അതിന് വേണ്ട രീതിയിൽ ഫീലിംഗ്, ഇമോഷണലി കണക്ട് ചെയ്യിക്കാൻ സാധിക്കുമായിരുന്നു. അതേപോലെ തന്നെ മറ്റു ചില സിനിമകളിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് 2002 ഗുജറാത്തിലെ ഈ പറയുന്ന ഇൻസിഡന്റ് എന്നതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതും മനസ്സിലാക്കാൻ പറ്റുന്നതുമായ വിഷയമായിട്ടും അത്രത്തോളം ബിൽഡപ്പ് കൊടുത്ത് അല്ലെങ്കിൽ അത്രത്തോളം ലാഗ് ചെയ്യിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ എന്നത് ഒരു സംശയമാണ്. എന്നാൽ എനിക്ക് തോന്നിയ മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, മൂന്നാമത്തെ ഭാഗം എന്നത് ഉറപ്പിച്ചു വെച്ചതുകൊണ്ട് മൂന്നാമത്തെ ഭാഗം ഏറ്റവും മികച്ചതാക്കി കൊണ്ടുവരണം എന്നുള്ളതിന് വേണ്ടി കുറച്ച് ഭാഗങ്ങൾ രണ്ടാമത്തെ ഭാഗത്തിൽ നിന്ന് മാറ്റിവെച്ചത് അവസാനത്തെ ഒരു ക്ലൈമാക്സിന് എന്നതുപോലെ മൂന്നാമത്തെ പടം ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് അതിനെ ഒന്ന് കോരിത്തരിപ്പിക്കാൻ ഒരു എക്സ്ട്രാ ഒരു എനർജിയും പവറും ഒരു വൈബും കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ചതുപോലെ ഒരു മിസ്സിംഗ് ഫീലിംഗ് ഇവിടെ നിന്ന് നമുക്ക് ഉണ്ടാവുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ മോഹൻലാലിന്റെ കഥാപാത്രത്തെ, അബ്രഹാം ഖുറൈഷി എന്ന കഥാപാത്രത്തെ പ്രസന്റ് ചെയ്യാൻ പലതരത്തിലുള്ള സെറ്റപ്പുകൾ, ഹെലികോപ്റ്റർ അടക്കമുള്ള പലതരത്തിലുള്ള സെറ്റപ്പുകൾ ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് ആകെയുള്ള ഡയലോഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നോക്കിയാൽ കൃത്യമായി ടൈറ്റായി ഒന്ന് പ്രിന്റ് എടുത്താൽ ഒരു A4 ഷീറ്റിന്റെ 2-3 പേജുകളിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള സംഭാഷണം അത്രയും ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അത്ര മാത്രമേ അതിൽ വരുന്നുള്ളൂ. നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പൃഥ്വിരാജ് പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ട്, 40-41 മിനിറ്റ് മാത്രമേ ഇദ്ദേഹത്തെ നമ്മൾ സിനിമയിൽ സ്ക്രീനിൽ കൊണ്ടുവരുള്ളൂ, സ്ക്രീൻ സ്പേസും സ്ക്രീൻ ടൈമും അത്രയേ ഉള്ളൂ എന്ന് പറയുന്ന സമയത്ത് തന്നെ ഒരു നായകനായി പ്രതിഷ്ഠിക്കുന്ന, ഏറ്റവും മികച്ച ഒരു നായകനായി, ഒരു നടനായി കാണുന്ന ഒരാൾക്ക് അഭിനയിക്കാൻ കൂടുതൽ ഈ സിനിമയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലൂസിഫർ എന്ന സിനിമയിൽ ഏറ്റവും മികച്ച രീതിയിൽ അദ്ദേഹത്തിന്റെ അഭിനയ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിയെങ്കിൽ ഇവിടെ ഈ പറയുന്ന എംപുരാൻ എന്ന് പറഞ്ഞ് വളരെ മികച്ച രീതിയിൽ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ സിനിമയിലെ മോഹൻലാലിന് അത്രത്തോളം സാധ്യതയുണ്ടായിരുന്നില്ല. നേരത്തെ പലരും പറയുന്നത് കേട്ടു, മഞ്ജു വാര്യരുടെ അഭിനയം ഏറ്റവും മികച്ചതാണ് എന്ന് പറയുന്നത് കേട്ടു. മഞ്ജു വാര്യരുടെ അഭിനയം ഏറ്റവും മികച്ചതാണ്, ആ കഥാപാത്രത്തിന്റെ സാധ്യതകൾക്കനുസരിച്ച് ഏറ്റവും മികച്ചതാണ്. എന്നാൽ കന്മതമൊക്കെ ചെയ്ത മഞ്ജു വാര്യരുടെ മുഖഭാവത്തിന്റെ 10-1 പോലും ഇവിടെ ആവശ്യമില്ല എന്നുള്ളത് ആ കഥാപാത്രത്തിന്റെ പരിമിതിയായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ടൊവിനോ തോമസിന്റെ കഥാപാത്രത്തെ നമ്മൾ എടുത്ത് അനലൈസ് ചെയ്യുന്ന സമയത്ത് ജതിൻ രാമദാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, PKRന്റെ മകനായ ജതിൻ രാംദാസ് മുഖ്യമന്ത്രിയായിട്ട് പെട്ടെന്ന് തന്നെ ബോബിയുടെ തിരോധാനം കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒരു നെഗറ്റീവ് റോളിലേക്ക് വഴിമാറുന്നത് എങ്ങനെയെന്നുള്ളത് നമുക്ക് അത്ര പെട്ടെന്ന് പിടുത്തം കിട്ടുന്നില്ല. അല്ലെങ്കിൽ സ്റ്റീഫൻ വിളിച്ചിട്ടാണ് ഞാൻ വന്നതെന്നൊക്കെ ആദ്യത്തെ സിനിമയിൽ അവസാനിപ്പിക്കുമ്പോൾ പിന്നീട് അത് പെട്ടെന്ന് തന്നെ ഒന്നുമല്ലാത്ത രീതിയിലേക്ക് ഒരു കഥാപാത്രത്തെ മാറ്റിക്കൊണ്ടുപോയതുപോലെ തോന്നുന്നു. ഇങ്ങനെ എല്ലാം തന്നെയാണെങ്കിലും ഇതിന്റെ ഓരോ വിഭാഗവും മികച്ചു തന്നെ നിൽക്കുകയാണ്. ഇതിന്റെ ക്യാമറയാണെങ്കിലും ഇതിന്റെ എഡിറ്റിംഗ് ആണെങ്കിലും ദീപക് ദേവിന്റെ ശബ്ദമിശ്രണവും അതേപോലെ തന്നെ പാട്ടുകളും അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ ആണെങ്കിലും എല്ലാ തരത്തിലും മികച്ചതാണ്. ശ്രീ മുരളി ഗോപിയുടെ തിരക്കഥ ലൂസിഫറിന്റെ അത്ര സ്ട്രോങ് ആയിട്ട് ഇതിൽ ഫീൽ ചെയ്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എല്ലാത്തിനും കൃത്യമായ നോട്ടിഫിക്കേഷൻസും അതേപോലെ തന്നെ എല്ലാത്തിനും അതിൻ്റെതായ ഹിന്റുകളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും സിനിമയുടെ കഥാപാത്രത്തിന്റെ ഒരു ഡെപ്തിലേക്ക് പോവാൻ പല കഥാപാത്രങ്ങളെയും സാധിച്ചില്ല എന്ന് പറയാം. എന്തു തന്നെ ആയാലും മലയാളിക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമയാണ്. ഇതിന്റെ വിഷയങ്ങൾ വെച്ചുകൊണ്ടുള്ള, രാഷ്ട്രീയം വെച്ചുകൊണ്ടുള്ള ചർച്ചകളും ബഹിഷ്കരണങ്ങളും ഒക്കെ അവിടെ നടക്കുമ്പോഴും ഈ സിനിമ മലയാളത്തിന്റെ ഒരു
നേരത്തെ പറയാറുണ്ട്, കവിതകളെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് അയ്യപ്പ പണിക്കരുടെ കുരുക്ഷേത്ര എന്ന കവിതയ്ക്ക് ശേഷവും അതിനു മുമ്പും എന്നുള്ള ഒരു കഥ പറയുന്നത് പോലെ മലയാള സിനിമയുടെ എംപുരാന് മുമ്പും എംപുരാന് ശേഷവും എന്ന രീതിയിൽ മലയാള സിനിമയുടെ കാലത്തെ അടയാളപ്പെടുത്താൻ പോന്ന തരത്തിൽ വ്യത്യസ്തമാണ് ഈ സിനിമ എന്നും അതേപോലെ തന്നെ ഭാഷ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ വായിക്കാൻ അറിയാത്ത അല്ലെങ്കിൽ മറ്റു ഭാഷകൾ അറിയാത്ത സാധാരണക്കാരായ കുടുംബാംഗങ്ങൾക്ക് ഇത് കണ്ടാൽ എത്രത്തോളം മനസ്സിലാവും എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. നമ്മുടെ താഴെ തട്ടിലുള്ള ഇപ്പോഴും കൃത്യമായി ഫാസ്റ്റ് ആയിട്ട് സ്ക്രീനിൽ നോക്കി സബ് ടൈറ്റിൽ വായിക്കാൻ സാധിക്കാത്ത സാധാരണക്കാർക്ക് ഈ സിനിമ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ ആത്മാർത്ഥമായി ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. എന്തു തന്നെയായാലും മോഹൻലാൽ എന്ന പറയുന്ന കഥാപാത്രത്തെ വേണ്ട രീതിയിൽ അത്രത്തോളം ഹൈലൈറ്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പൃഥ്വിരാജ് എന്ന് പറയുന്ന ഫോക്കസ്ഡ് ആയ ഒരു സംവിധായകന്റെ, ഫോക്കസ്ഡ് ആയ ഒരു സിനിമ പ്രവർത്തകന്റെ വിജയം തന്നെയാണ് ഈ എംപുരാൻ എന്ന് എടുത്തു പറയാൻ വേണ്ടി പറ്റും. ഇതിന്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിച്ച മുഴുവൻ നടന്മാർക്കും അണിയറ പ്രവർത്തകർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എന്തു തന്നെയായാലും ആരൊക്കെ പ്രതിരോധിച്ചാലും ആരൊക്കെ പ്രതിഷേധിച്ചാലും ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ആരൊക്കെ ബഹിഷ്കരിച്ചാലും ഈ സിനിമ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇതിന്റെ പ്രീ റിലീസിൽ തന്നെ 50 കോടിയിലധികം രൂപ കളക്ട് ചെയ്തിരിക്കുന്നു. ഇനിയും മറ്റു പല സാധ്യതകളിലൂടെ ഒരുപാട് വരുമാനമുണ്ടാക്കാൻ സാധിക്കും. പണം എന്നത് മാത്രമല്ല, ഇതൊരു ക്രാഫ്റ്റ് ആണ്. അതിനെ അംഗീകരിക്കുക. എല്ലാവിധ അഭിനന്ദനങ്ങളും പൃഥ്വിരാജിനും മോഹൻലാലിനും അതേപോലെ തന്നെ എല്ലാ ടീം അംഗങ്ങൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.